ഹോംസ് 3 കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ വന്നതാണ് ഇന്ന്. ഈ സീരീസ് കണ്ടവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രെറ്റി ഡീസന്റ് മൂന്നാമത്തെ എൻട്രി തന്നെയാണ് എനോല ഹോംസ് 3. എനോല ഹോംസ് കണ്ടവർക്ക് അറിയാം. അതായത് ഒരു ഷെർലക് ഹോംസിന്റെ പെങ്ങളായിട്ടുള്ള കഥാപാത്രമാണ് എനോല ഹോംസ്. മില്ലി ബോബ് ബ്രൗൺ ആണ് മെയിൻ റോള് വരുന്നത്. ഹെൻറി കാവലാണ് ഷെർലക് ഹോംസ് ആയിട്ട് വരുന്നത്. ഇത് യൂഷ്വൽ ഷെർലക് ഹോംസിന്റെ പടങ്ങളിൽ നിന്ന് പടങ്ങളോ സീരീസോ കണ്ടവർക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ കുറെ നരേഷൻ സ്റ്റൈലും കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഫീമെയിൽ ഓറിയന്റഡ് ആണ്. അത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഒരിക്കലും നിങ്ങൾക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. നിങ്ങൾ അതിനോട് യൂസ്ഡ് ആയിരിക്കും. അതായത് ഇനിയിപ്പോ ഇത് തീരെ കാണാൻ പോകാത്ത ഒരാളാണെങ്കിൽ ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ പോലത്തെ രീതിയിലുള്ള നരേഷൻ ആണ് ഇതുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കണ പോലത്തെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു പരിപാടി. ആദ്യത്തെ 2 ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്കും ഇതൊരു കുറച്ച് ഒരു ലെവൽ താന്ന പോലെയാണ് തോന്നിയത്. പക്ഷെ വലിയ മോശമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പ്രെറ്റി ഡീസന്റ് ആണെന്ന്. അതായത് ഒരു മിസ്റ്ററി ഉണ്ടായിരിക്കും. ആ മിസ്റ്ററി ഈ മില്ലി ബോബിന്റെ ക്യാരക്ടറായിട്ട് എനോല അന്വേഷിക്കുന്നതും അതിന് ഹെൻറി കാവലിന്റെ ക്യാരക്ടറായിട്ടുള്ള ഷെർലക് ഹോംസിന്റെ സഹായം വരണതൊക്കെയാണ് ഇതിന്റെ ഒരു ഇത്. ആദ്യത്തെ 2 ഭാഗങ്ങളില് കുറെ കൂടി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. കുറെ കൂടി ക്ലൂസ് കണ്ടെത്തുന്നതും പിടിക്കുന്നതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്പാരിറ്റീവ്ലി ഗ്രാഫ് കുറച്ച് കുറഞ്ഞു പോയി. അതായത് മെയിൻ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ഭാഗം. പക്ഷെ അത് അവർ ബാലൻസ് ചെയ്തത് ക്യാരക്ടറിന്റെ ഒരു ആർക്ക് കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോയി. ഇതില് നിങ്ങൾ ട്രെയിലർ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഈ കഥാപാത്രത്തിന്റെ കല്യാണ സമയത്ത് ഷെർലക് ഹോംസിന്റെ കഥാപാത്രത്തിനെ കാണാതാവുകയും കിഡ്നാപ്പ് ചെയ്തെന്ന് ന്യൂസ് കിട്ടുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോണതുമാണ് ഇതിന്റെ ഒരു കഥാപാത്രം. അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടർ ആർക്കും പോക്കൊക്കെ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഷെർലക് ഹോംസിന്റെയും എനോല ഹോംസിന്റെയും തമ്മിലുള്ള ഒരു ബോണ്ടും, അതായത് മില്ലി ബോബും ഹെൻറി കാവലും കൂട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ചെറുതായിട്ടെങ്കിലും തരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ ഡീസെന്റ് ആയിട്ട് തോന്നിയ ഒരു മൂന്നാമത്തെ ഭാഗം. അപ്പോൾ ഈ സീരീസ് കാണുന്നവർക്ക് ഇത് കാണാവുന്നതാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ്, ഒരു എൻജോയ്മെന്റ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും ബോറുന്നോ ഭയങ്കര സംഭവമൊന്നും ഞാൻ പറയില്ല. കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റായിട്ട് എടുത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുള്ള, കുറച്ച് മേക്കിംഗ് ഒക്കെ ഉള്ളാവുന്ന, അഭിനയമൊക്കെ ഉള്ളാവുന്ന ഒരു പ്രെറ്റി ഡീസന്റ് ഔട്ടിംഗ് തന്നെയാണ് എനോല ഹോംസ് 3. അപ്പോൾ ഇപ്പോൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം തന്നെയായാലും എന്റെ കമന്റ് സെക്ഷൻ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.